നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. 1% പോസിബിലിറ്റി, 99% ഫെയ്ത്ത്. അന്ന് ക്യാമ്പ് നൗവിലൊരു മാസ്മരിക പ്രകടനം നടത്തുന്നതിന് മുമ്പ് നെയ്മർ ജൂനിയർ പറഞ്ഞ വാക്കുകളാണ്. ഓർക്കുന്നില്ലേ, ഒരു ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ വലിയ മാർജിനിൽ ജയിച്ച് കയറണം എന്നുള്ള ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ ടീമിന് ആവേശം പകർന്നതും കളിക്കളത്തിൽ അദ്ദേഹം സ്റ്റെപ്പിൻ ചെയ്തതും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയതുമൊക്കെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ സുവർണ നിമിഷങ്ങളാണ്. ഇതാ അതേ വാക്കുകൾ എടുത്ത് ഉച്ചരിക്കുന്നു ലാമിനെ യമാലും റാഫിനെയും ഒക്കെ. 1% മാത്രം സാധ്യത, പക്ഷേ ആ സാധ്യതയിൽ 99% വിശ്വാസം. ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കൊപ്പ ഡെൽറേയുടെ സെമിഫൈനൽ രണ്ടാം പാദ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ക്യാമ്പ് നൗവിൽ ആ ഊർജത്തിൽ വേണം FC ബാഴ്സലോണയ്ക്ക് കളിക്കാൻ. കാരണം 4-0 ആദ്യ പാദത്തിൽ മെട്രോപൊളിറ്റനോയിൽ തോറ്റിരിക്കുന്നത്. 4-0 ആ കടം വീട്ടണം, എന്നിട്ട് വേണം വിജയിച്ച് കയറാൻ. ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതാ കോച്ച് ഹൻസി ഫ്ലിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചത്. അദ്ദേഹം താരങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ കളിയെ 2 കളികളായിട്ട് കാണണം. ഫസ്റ്റ് ഹാഫ് ഒരു കളി, സെക്കൻഡ് ഹാഫ് ഒരു കളി. ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ അടിക്കുക, സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ അടിക്കുക. ഇത് സാധ്യമാണ് എന്ന് താരങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് ഫ്ലിക്ക് ചെയ്യുന്നത്. ഇത് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ 2 കളികളായിട്ട് ഈ മാച്ചിനെ കാണണമെന്ന് കോച്ച് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൻസി ഫ്ലിക്ക് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് തീർച്ചയായിട്ടും വി ഹാവ് ടു മേക്ക് ദി ഇമ്പോസിബിൾ ടു പോസിബിൾ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പോസിബിളാക്കി തീർക്കേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങൾ അവസാന നിമിഷം വരെ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. VRLനെതിരെ നിങ്ങൾ കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു ടീമിനെ. അതാണ് ഈ മത്സരത്തിലും ഞാൻ എയിം ചെയ്യുന്നത്. ഒരു ടീം എന്ന രൂപത്തിൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആരാധകരുടെ സപ്പോർട്ടാണ്. ടീമും ആരാധകരും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തോട് എന്ത് മൈൻഡ് സെറ്റാണ്, തിരികെ വരാനുള്ളൊരു മൈൻഡ് സെറ്റ് ടീമിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലായ്പ്പോഴും നമ്മൾ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഓൾ ദി ഫാൻസ് വിൽ സപ്പോർട്ട് അസ്. തീർച്ചയായിട്ടും ടഫ് മാച്ചായിരിക്കും. ഗ്രേറ്റ് ഓപ്പണൻ്റാണ് മറുഭാഗത്തുള്ളത്, പക്ഷേ ഞങ്ങൾ മാനേജ് ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഹൻസി ഫ്ലിക്ക് പറയുമ്പോൾ ആവേശത്തിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ബാഴ്സലോണ ആരാധകരും കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.